ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് വരച്ചുകൊണ്ടിരിക്കുന്നത് പേന കൊണ്ടാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. പെൻസിലല്ല, പേന കൊണ്ടാണ്. നമ്മൾ മമ്മൂട്ടിയുടെ ഒരു ചെറിയൊരു റഫ് സ്കെച്ചാണ് നമ്മൾ എടുക്കുന്നത്. പേന കൊണ്ടാണ് വരയ്ക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പേന കൊണ്ട് ഇത്രയും ഇതായിട്ട് വരയ്ക്കുന്നത് കേട്ടോ. സാധാരണ പെൻസിൽ ഉപയോഗിക്കാറില്ല, കാരണം നമുക്ക് കുറേ മായ്ക്കലൊക്കെ വരുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. പേനയാകുമ്പോൾ മായ്ക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതൊരു ഇങ്ക് പേനയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ പേന കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഡ്രോ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മളങ്ങ് അടുത്തങ്ങ് ചെയ്തു എന്ന് തന്നെ വയ്ക്കുക കേട്ടോ. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, പ്രാക്ടീസ് ചെയ്യുക. ഏത് വിഷയമാണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഫോർ നമ്മുടെ നമ്മുടെ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക, ഡ്രീമിന് വേണ്ടി നമ്മളെപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഒരു റഫ് സ്കെച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഇത് നമ്മൾ ഭയങ്കര ഇതായിട്ടൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് റഫ് പേന കൊണ്ടൊന്ന് ഒരാളെ ആദ്യമായിട്ടാണ് വരയ്ക്കണത്. പിന്നെ കോമണായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ മനുഷ്യരും സ്ട്രെസ്സ്, ഡിപ്രഷൻ അങ്ങനെയുള്ള ഇതിലൂടെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാരുടെ കാര്യമുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വ്യക്തി ആയിക്കോട്ടെ, പഠിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ജോലിക്ക് പോകണതായിക്കോട്ടെ, അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്നതായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ആളായിക്കോട്ടെ, എപ്പോഴും ആരെങ്കിലുമൊക്കെ ആലോചിച്ച് ഒരു സ്ട്രെസ്സ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ അതൊന്നും ഒരിക്കലും നമുക്ക് മുക്തി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അതിൽ ചെറിയ ചെറിയ ഹാപ്പിനെസ് വരിക എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ സ്ട്രെസ്സ് പതുക്കെ നമ്മളിൽ നിന്നും കുറച്ച് വിട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഒരു ലൈറ്റ് ഒരു 5 മണി 6 മണിയൊക്കെ കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ജസ്റ്റ് അധികം തിരക്കില്ലാത്ത റോഡിലൂടെ ഒന്ന് സഞ്ചരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്നിട്ട് ആ പോകുന്ന വഴികളൊക്കെ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ കുറേ കൂടി സ്ട്രെസ്സ്, അല്ലെങ്കിൽ ആ ഡിപ്രഷൻ, അങ്ങനെ നമ്മളിപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ മാറിയിട്ട് കുറച്ച് നേരത്തെങ്കിലും നമ്മൾ വേറെ നേച്ചർ സംബന്ധമായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഒരു നൈറ്റ് ടൈമിലുണ്ടാകുന്ന ലൈറ്റുകൾ, പല പല ലൈറ്റുകൾ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ്മെൻറ്റ്, നമ്മുടെ ആ ഒരു പ്രസൻറ്റ് കൊണ്ടുവരിക എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാനങ്ങനെ ചെയ്തുകൊണ്ട് അതിന് ചെറിയ ചെറിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സജഷനായിട്ടാണ് ഞാൻ പറയണത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എന്നാലും ഞാൻ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഫോക്കസ് കൊണ്ടുവരിക എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടാവും നമുക്ക് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ കുറേ സമയം, ഇപ്പോൾ ആദ്യം ഞാൻ ഏകദേശം ഒരു മണിക്കൂറോ മാക്സിമം 1 മണിക്കൂറോ വരയ്ക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞാനിപ്പോൾ കുറേ ടൈം, എനിക്കിപ്പോൾ അതിന് കുറേ എന്താ പറയുക, ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു പടം വരയ്ക്കൽ, അല്ലെങ്കിൽ കുറച്ച് ആനിമേഷൻ, കുറച്ച് വീഡിയോസ് നോക്കിയിട്ട് അത് വരയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു റിലാക്സേഷൻ നമ്മുടെ മൈൻഡിൽ എനിക്ക് വരുന്നുണ്ട്. എൻ്റെ ഒരു കാര്യം പറഞ്ഞേ, എനിക്കങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേ ബി എല്ലാ വ്യക്തികളും ഇങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്നവർ കുറച്ചെങ്കിലും സമയം അവരവരുടെ ഇതിനു വേണ്ടി അവരവരുടെ പീസ് ഓഫ് മൈൻഡ്, അല്ലേ, അങ്ങനെ പറയാം, പീസ് ഓഫ് മൈൻഡിന് വേണ്ടി അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ള പറയുക. കാരണം അപ്പോൾ നമുക്ക് കുറേ കൂടി ലേണിംഗ് എളുപ്പവും, അതുകൂടാതെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് അത് വെർത്താവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഇതാണ്, അതായത് എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ പറയണ വീട്ടിലുള്ള ചെറിയൊരു കാര്യം അത് ശരിക്കും സൂക്ഷ്മതയോടെ ചെയ്യുക. അല്ലെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു കാഴ്ച, നല്ല ഭംഗിയുള്ളൊരു കാഴ്ച ഉണ്ടെങ്കിൽ അത് ആസ്വദിക്കുക. അപ്പോൾ കുറേ കൂടി നമ്മൾ എന്താ പറയുക, കുറച്ചുകൂടി നമ്മുടെ ഈ എന്താ പറയുക പ്രഷർ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ട്രെസ്സ് കുറേ കുറഞ്ഞ് കിട്ടുന്ന ഞാലേക്കണം.
അതിൽ ഫുള്ളായിട്ട് കുറച്ച് നേരം ഒന്ന് ഫോക്കസ് ചെയ്യുക. ഒരു മിനിറ്റത്തേക്കായിരിക്കും. ഇപ്പോൾ ഒരു മൂൺ ലൈറ്റ് കണ്ട് അപ്പോൾ കുറച്ച് നേരം ആ മൂണിൽ കുറച്ച് നേരം നോക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിട്ട് കുറച്ചും കൂടി ഭയങ്കര ഒരു മൈൻഡ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആവുന്ന ഒരു ഇതാണ് കേട്ടോ. ആൾക്കാർ ആരെങ്കിലും ഒരാൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു നന്മ വരികയാണെങ്കിൽ അത് നല്ലതല്ലേ. എല്ലാവരും അങ്ങനെയാണെന്നില്ല, ഞാൻ പറഞ്ഞ ഒരാൾക്ക് ഒരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പേന കൊണ്ട് ഡ്രോയിങ് പതുക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം വൈൻഡപ്പ് ആവാനുള്ള ഇതായിട്ടുണ്ട്. ഇതൊരു റഫായിട്ടുള്ളൊരു സ്കെച്ചാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനാണ്, ഫസ്റ്റ് ടൈമാണ് എൻ്റെ പേന കൊണ്ട്. പിന്നെ കുറച്ച് ഷോർട്ട്സ് ഇപ്പോൾ വരച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട്. ഓക്കെ, ഫിനിഷായി. ഹായ് ഫ്രണ്ട്സ്, സ്റ്റേ ഫോക്കസ്ഡ്, പ്രാക്ടീസ്. ഓക്കെ.